നിങ്ങൾ ആത്മാവുള്ളവർ, അവർ ആത്മാവില്ലാത്തവർ. ആമേൻ. ഭിന്നതയുള്ള ഉണ്ടാക്കുന്നവർ ആത്മാവില്ലാത്തവർ. ആമേൻ, ആമേൻ. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഭിന്നത ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് ഉള്ളവർ ഭിന്നത ഉണ്ടാക്കത്തില്ല. പിന്നെ ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ ഞാൻ ഭിന്നത ഉണ്ടാക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ ഞാൻ ഇടർച്ച ഉണ്ടാക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ ആത്മീക വർധനയ്ക്കുള്ളത് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടി നമ്മൾ പോരാടേണ്ടത്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യ വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആമേൻ ആത്മീക വർധന പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന, ഇടർച്ചയുണ്ടാക്കുന്ന, കള്ളം നടക്കുന്ന കള്ളപ്രവാചകന്മാരെയും ആമേൻ കള്ളം പറയുന്നവരെ തിരിച്ചറിഞ്ഞ് ആമേൻ അതിനകത്ത് നിന്ന് എന്റെ വിശ്വാസം വളർന്നു വരുന്ന നിലവാരത്തിൽ, എന്റെ ജീവിതം വളർന്നു വരുന്ന നിലവാരത്തിൽ, എന്റെ തലമുറ വളർന്നു വരുന്ന നിലവാരത്തിൽ, എന്റെ കുടുംബം വളർന്നു വരുന്ന നിലവാരത്തിൽ, എന്റെ നന്മ വളർന്നു വരുന്ന നിലവാരത്തിൽ ഞാൻ അതിവിശുദ്ധ വിശ്വാസത്തിൽ കയറി വരണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ കാലഘട്ടത്തിൽ കള്ളപ്രവചനങ്ങൾ, കള്ളങ്ങളും അനവധിയായി വരും. അനവധിയായി വരും. നല്ലത് പ്രവർത്തിച്ചാലും നുണ പറയുന്നവർ കാണും. നല്ലത് ചെയ്തിട്ടും ദൂഷണം കേൾക്കുന്നവർ കാണും. നല്ലത് ചെയ്യുമ്പോൾ തന്നെ ദുഷിക്കുന്ന അനേകർ കാണും. പക്ഷേ നിങ്ങളോ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആമേൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അതിവിശുദ്ധ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കായി ആമേൻ ആത്മാവ് നിറഞ്ഞവരായി ആമേൻ സങ്കീർത്തനങ്ങളാലും ആമേൻ സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ പാടി പുകഴ്ത്തുക എത്ര വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങാതിരിക്കൂ. ആമേൻ. മഹത്വം ഇറങ്ങാതിരിക്കൂ. ആമേൻ, ആമേൻ. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും അവനെ പാടി പുകഴ്ത്തുമ്പോൾ അവൻ സ്വർഗം താണിറങ്ങി വരും. മക്കളെ, അവൻ നിങ്ങളുടെ വീട്ടിനകത്ത് സ്വർഗം ഇറങ്ങി വരും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല. അവൻ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മാവ് പ്രാപിച്ചവൻ ആത്മാവിന്റെ വളർച്ചയ്ക്കായി അവൻ നിങ്ങൾ ഉപയോഗമാകുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് സ്വർഗം ഇറങ്ങി